US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ US പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമമുണ്ടായി എന്നുള്ളതാണ്. ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെയാണ് സമീപത്ത് വെടിവയ്പ് ഉണ്ടായത്. ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപം ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു വെടിവയ്പ്. നമുക്കൊപ്പം ഇപ്പോൾ ശ്രീ സജിമോൻ ആന്റണി ചേരുന്നു അമേരിക്കയിൽ നിന്നും. ശ്രീ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഈ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം, വീണ്ടും ഇത്തരത്തിൽ ട്രംപിന് നേരെ വെടിവയ്പ്. നമുക്കറിയാം, പെൻസിൽവാനിയയിലെ റാലിക്കിടെ ഉണ്ടായ വെടിവയ്പ്, പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെയുണ്ടായ വെടിവയ്പ്, അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്ന് തരാനുള്ളത്. ഇന്ന് ഏകദേശം 1 മണിക്ക്, ഈസ്റ്റേൺ ടൈമിൽ 1 മണിക്ക് ഫ്ലോറിഡയിലെ ഫ്ലോറിഡയിലുള്ള ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബിൽ ട്രംപ് ഗോൾഫ് കളിക്കുന്നതിന് ഇടയിലാണ് ഇതുണ്ടായത്. ഓർക്കണം, ഇത് ഈ കഴിഞ്ഞ 1 മാസത്തിൽ ട്രംപിനെതിരെ നടക്കുന്ന 2ാമത്തെ ഒരു വധശ്രമമാണ്. ഇതിനു മുമ്പ് ജൂലൈ 13 പെൻസിൽവേനിയയിലെ റാലിക്കിടയിലായിരുന്നു. അന്ന് അദ്ദേഹം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അതൊരു സീക്രട്ട് സർവീസിന്റെ ഫെയിലിയർ ആയിട്ടാണ് ഇവിടെയുള്ള വൃത്തങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ ഈ ഇന്നത്തെ ഒരു അറ്റംപ്റ്റ് സീക്രട്ട് സർവീസിന്റെ ഒരു സക്സസ് ആയിട്ടാണ് ഇതിനെ പറഞ്ഞു വരുന്നത്. കാരണം ഈ ഒരു ഗോൾഫിൽ 5ാമത്തെയും 6ാമത്തെയും ഹോളിനിടയ്ക്ക് ട്രംപ് കളിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത്. ഇവിടെ 3 ലെയറിലാണ് ട്രംപിന് സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് ഈ ഗോൾഫ് കളിക്കുന്ന സമയത്ത്. അതായത് ട്രംപിന് മുന്നിലും ട്രംപിനോടൊപ്പം ട്രംപിന് പുറകിലും. ട്രംപ് 5ാമത്തെ ഹോളിൽ ഗോൾഫ് കളിക്കുന്ന സമയത്ത് ഗോൾഫ് ഹോൾ 7, 8, 9 ഒക്കെ സീക്രട്ട് സർവീസ് ഏജൻസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ആ സമയത്താണ് ഈ അക്രമിയെ അവിടെയുള്ള ഒരു പൊന്തക്കാട്ടിൽ കാണാനിടയായത്. അതായത് അക്രമിയെ അല്ല, ഇത് അദ്ദേഹത്തിന്റെ തോക്കിന്റെ മുനയാണ് ഒരു ഫെൻസിലൂടെ കണ്ടത്. അപ്പൊ അതേ തുടർന്ന് സീക്രട്ട് സർവീസ് ഏജൻസ് അങ്ങോട്ട് വെടിവെക്കുകയും അക്രമി പെട്ടെന്ന് ഓടി പൊന്തക്കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും കാറിൽ രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. പിന്നെ സീക്രട്ട് സർവീസ് ഏജൻസ് അവർ ചേസ് ഡൗൺ ചെയ്ത് അദ്ദേഹത്തെ പിടിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഒരു സിനറിയോ ഉണ്ടായത്. അപ്പൊ ഈ ഒരു സമയത്ത് ട്രംപിനോടൊപ്പവും സീക്രട്ട് സർവീസ് ഉണ്ടായിരുന്നു, ട്രംപിന് പുറകിലും സീക്രട്ട് സർവീസ് ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു അക്രമാസക്തമായ ഒരു സംഭവത്തിൽ ഈ ഒരു ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൻ വെസ്ലി റൂത്ത് എന്ന് പറഞ്ഞ ഒരു അമേരിക്കനാണ്. അദ്ദേഹം അലാസ്ക എന്ന അമേരിക്കയിലുള്ള അലാസ്ക ഏരിയയിൽ ഉള്ളയാളാണ്. നോർത്ത് കരോളിന എന്ന സ്റ്റേറ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2016 ട്രംപിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത വ്യക്തിയാണെന്നാണ് മീഡിയ വൃത്തങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ അറിയുവാൻ സാധിക്കുന്നത്. എന്നാൽ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഈ ഒരു അക്രമി യുക്രൈന് ഭയങ്കരമായ ഒരു സപ്പോർട്ട് ചെയ്യുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ വെളിവാക്കുന്നത് ഐന് വളരെയധികം സപ്പോർട്ടും യുക്രൈന് വേണ്ടിയിട്ട് ആർമി മറ്റ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ പല കാര്യങ്ങളുമുള്ള ഒരു ഇതാണ്, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. FBI ഇൻഫർമേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ സീക്രട്ട് സർവീസിന്റെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതോടൊപ്പം ഇതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഓൾറെഡി 8 തവണ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ഇൻസിഡന്റിൽ. ചിലതിനകത്ത് ഗൺ വയലൻസിനകത്ത്, ചിലതിനകത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഓടിച്ചതിൽ, അങ്ങനെ പല മൾട്ടിപ്പിൾ കേസിനകത്ത് അല്ലെങ്കിൽ ഫെലണിക്കകത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സീക്രട്ട് സർവീസിന് വലിയൊരു റിലീഫാണ്. അതെ, ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ പറഞ്ഞതുപോലെ ഇത് അവരുടെ ഒരു നേട്ടമായി കാണാം എന്നതിനപ്പുറത്തേക്ക് 2ാം തവണ ഇത്തരത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ 2ാം തവണ ഇത്തരത്തിൽ വെടിവയ്പ് ഉണ്ടാകുന്നു ട്രംപിന് നേരെ എന്ന് പറയുമ്പോൾ ഒരു സുരക്ഷാ വീഴ്ച അത് നമ്മൾ സംശയിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി അല്ലെങ്കിൽ സീക്രട്ട് സർവീസ് FBI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അതിനേൽ കിടപിടിക്കാനായിട്ടുള്ള മറ്റൊരു ഏജൻസി ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം അവരിവിടെ ഉള്ളപ്പം ആ ഒരു രാജ്യത്ത്, ആ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഇലക്ഷൻ ഇത്രയും ചൂടോടെ നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ 2ാമത് ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ടാകുക എന്ന് പറയുന്നത് അത്യധികം നാണക്കേടായ ഒരു വസ്തുതയാണ്. അതിനകത്തൊരു സംശയവുമില്ല. എന്നിരുന്നാലും അവരുടെ ഒരു എന്താ പറഞ്ഞ യഥാസമയമുള്ള ഒരു ഇടപെടൽ കാരണമാണ് ട്രംപ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് US പ്രസിഡന്റ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് അവർ വിലയിരുത്തുന്നത്? കമല ഹാരിസ് വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ അമേരിക്കൻ പൊളിറ്റിക്സിൽ, അല്ലെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ ജനാധിപത്യത്തിൽ അക്രമത്തിന് വേറൊരു സ്ഥാനവുമില്ല എന്നും അതിനെ ഒന്നടങ്കം അപലപിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. അത് സാധാരണ അറിയാമല്ലോ, എപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടായാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. പക്ഷേ ഒരു സൈഡിൽ കൂടെ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ ഈ തോക്ക് അല്ലെ ഗൺ വയലൻസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു ഇൻസിഡന്റിൽ മാത്രമല്ല, അത് പ്രസിഡന്റ് ആണെങ്കിലും കുട്ടികൾ പഠിക്കുന്ന കിൻഡർഗാർട്ടൻ ഉൾപ്പെടെ ഹൈസ്കൂൾ ഉൾപ്പെടെ ആണെങ്കിലും ഒരു ഗൺ വയലൻസ് ഒരു നിത്യേനയുള്ള ഒരു വാർത്തയായിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
സെക്കൻഡ് അമെന്റ്മെന്റ് ഉള്ളത് കാരണം ഇവിടെ അമേരിക്കക്കാർക്ക് എന്തുമാത്രം ആയുധങ്ങൾ വേണേലും അവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കരുതാം എന്നുള്ളൊരു നിയമത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ ഒരു ഗൺ വയലൻസ് അല്ലെങ്കിൽ ഒരു ഗണ്ണിന്റെ ഒരു എക്സസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് പണ്ട് ഉണ്ടാക്കിയ നിയമങ്ങളിൽ സ്വയം സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു. അതിനുശേഷം ടെക്നോളജി ഒത്തിരി മുന്നേക്ക് പോകുകയും പണ്ടൊക്കെ ഒരു ട്രിഗറിൽ നിന്ന് 1-2 വെടിയുണ്ട പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രിഗറിൽ നിന്ന് 10, 300, 500 വെടിയുണ്ടകൾ പോകുകയും ആൾക്കാർക്ക് അത്രയധികം ഒത്തിരി അധികം സെമി ഓട്ടോമാറ്റിക് റൈഫിൾസും ഓട്ടോമാറ്റിക് റൈഫിൾസും ഒക്കെ കയ്യിൽ വെക്കുകയും ചെയ്യാവുന്ന ഒരു അവസ്ഥ വന്നതിന് ശേഷം അതിനകത്തൊരു കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഏതായാലും അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇത് വളരെയധികം ചൂടേറിയ ഒരു സമയമാണ് ഇത് നടക്കുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പ്രസിഡന്റിനെതിരെ 2 തവണ ഒരു മാസത്തില് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് വരുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ സജിമോൻ ആന്റണി, നമ്മൾ വളരെ ഗൗരവമുള്ള വാർത്തകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും അമേരിക്കയിൽ നമ്മുടെ ഓണമാണ് നാട്ടിൽ. അപ്പോൾ അമേരിക്കയിലെ ഓണം ഒക്കെ എങ്ങനെയാണ്, ആഘോഷങ്ങളൊക്കെ ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും അമേരിക്കയുടെ ഓണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ബൈ ദ വേ ഹാപ്പി ഓണം ടു എവരിബഡി. എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഇന്നാണ് 15-ാം തീയതി. അപ്പൊ ഇന്നാണ് ഇവിടെ ആക്ച്വൽ ഓണം എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഓണം എന്ന് പറയുന്നത് ഓണത്തിന് മുൻപും ഓണ സമയത്തും ഓണത്തിന് ശേഷവും ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഇവിടെ ഒത്തിരിയധികം അസോസിയേഷനുകളുണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഫൊക്കാനെ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഏകദേശം 75ഓളം മെമ്പർ അസോസിയേഷൻസ് ആണ് ഉള്ളത്. അവർക്കൊക്കെ അവരുടേതായ ഓണമുണ്ട്. ഓരോ ഏരിയകളിലും ഓണമുണ്ട്. പള്ളികളിലും അമ്പലങ്ങളിലും ഓണമുണ്ട്. അപ്പോൾ ശരാശരി അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു 5 തൊട്ട് 10 വരെ ഓണം ഉണ്ടെന്നൊരു പതിവാണ് ഉള്ളത്. ഇതൊരു വലിയൊരു സെലിബ്രേഷൻ ആയിട്ട് അടുത്തൊരു താങ്ക്സ് ഗിവിംഗ്, അതായത് അടുത്ത മാസമാണ് അതുള്ളത്. അതുവരെ ഓണം കണ്ടിന്യൂസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ച് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും, എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, നാട്ടിൽ നിന്നുള്ള നല്ല ഹൃദയം നിറഞ്ഞ മധുരമുള്ള ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശ്രീ സജിമോൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേർന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഓണം വിഷസ് കൂടി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്.